ഒരു കർഷകന് നിറപ്പകിട്ടാർന്ന പൂക്കളും സമൃദ്ധമായ ഫലങ്ങളും നിറഞ്ഞ ഒരു തോട്ടമുണ്ടായിരുന്നു. അവിടേക്ക് വിരുന്നെത്തുന്ന ആയിരക്കണക്കിന് കിളികളും തേനീച്ചകളും പൂമ്പാറ്റകളുമായിരുന്നു ആ തോട്ടത്തിന്റെ ജീവൻ. എന്നാൽ കാലം കടന്നുപോയപ്പോൾ ആ തോട്ടത്തിൽ വല്ലാത്തൊരു നിശബ്ദത പരന്നു. കിളികളുടെ ശബ്ദം കേൾക്കാതായി, തേനീച്ചകളുടെ മൂളൽ ഇല്ലാതായി, പൂക്കൾ വാടിത്തുടങ്ങി. തോട്ടം പതിയെ മരണത്തിലേക്ക് നീങ്ങുന്നതായി കർഷകന് തോന്നി. അയാൾ ആശങ്കയോടെ പറഞ്ഞു, കിളികളും പൂമ്പാറ്റകളും തേനീച്ചകളും ഇല്ലെങ്കിൽ എൻ്റെ അധ്വാനത്തിന് ഫലമുണ്ടാകില്ല. അയാൾ ഗ്രാമവാസികളോട് സഹായം അഭ്യർത്ഥിച്ചു. ഉപദേശങ്ങൾക്ക് ഒരു കുറവുമുണ്ടായില്ല. ഒരാൾ പറഞ്ഞു, പുറത്തുനിന്നുള്ള കീടങ്ങളെ തടയാൻ വലകൾ കെട്ടണം. മറ്റൊരാൾ പറഞ്ഞു, ചെടികൾക്ക് കൂടുതൽ വെള്ളവും വളവും നൽകണം. വേറൊരാൾ പറഞ്ഞു, കാറ്റിനെ തടയാൻ വലിയ മതിലുകൾ പണിയണം. അങ്ങനെ ഇരിക്കെയാണ് ജ്ഞാനിയായ ഒരു വൃദ്ധൻ ആ വഴി വന്നത്. കർഷകന്റെ സങ്കടങ്ങൾ കേട്ട ശേഷം വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പരിഹരിക്കേണ്ട പ്രശ്നം നിന്റെ തോട്ടത്തിലല്ല, അത് പ്രശ്നങ്ങളുടെ മൂല കാരണത്തിലാണ്. എന്തുകൊണ്ടാണ് തേനീച്ചകൾ വിരുന്നു വരാത്തത് എന്നാണ് പരിശോധിക്കേണ്ടത്. അവർ ഇരുവരും തേനീച്ചകളുടെ കൂടന്വേഷിച്ച് സമീപമുള്ള കാട്ടിലേക്ക് നടന്നു. തേനീച്ചക്കൂടിന് സമീപമെത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ കർഷകന്റെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. ഉറുമ്പുകൾ തേനീച്ചയുടെ കൂട് നശിപ്പിച്ചിരിക്കുന്നു. ഭയന്നുപോയ തേനീച്ചകൾ തങ്ങളുടെ കൂട് സംരക്ഷിക്കാൻ രാവും പകലും കഷ്ടപ്പെടുകയാണ്. ജീവൻ നിലനിർത്താനുള്ള നെട്ടോട്ടത്തിൽ പൂന്തോട്ടത്തിലേക്ക് പറക്കാനോ തേൻ ശേഖരിക്കാനോ ഉള്ള ഊർജം അവയ്ക്ക് ഇല്ലായിരുന്നു. വൃദ്ധൻ പറഞ്ഞു, ഇതാണ് യഥാർത്ഥ പ്രശ്നം. അവർക്ക് വേണ്ടത് സുരക്ഷിതത്വമാണ്. ആ കർഷകൻ ഉടൻ തന്നെ തേനീച്ചകളുടെ കൂട് സംരക്ഷിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. അടുത്ത ദിവസങ്ങൾ തൊട്ട് അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങി. തോട്ടത്തിൽ വീണ്ടും തേനീച്ചകളുടെ മൂളൽ സംഗീതം കേട്ടു തുടങ്ങി. പൂക്കൾ വിരിഞ്ഞു, ഫലങ്ങളുണ്ടായി, തോട്ടം വീണ്ടും വസന്തം കൊണ്ട് നിറഞ്ഞു. സുഹൃത്തുക്കളെ, നാം പലപ്പോഴും പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളെ മാത്രമാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ടുള്ള ആശ്വാസം താൽക്കാലികം മാത്രമായിരിക്കും. ഉടൻ കിട്ടുന്ന ആശ്വാസമാണ് നമുക്ക് പ്രിയം. ഒരു വേദന സംഹാരി കഴിച്ചാൽ വേദന മാറും, പക്ഷെ രോഗം മാറില്ല. വേരുകൾ കണ്ടെത്തുക എന്നത് സ്വയം കണ്ടെത്തലിൻ്റെ വഴിയാണ്. അവിടെ ക്ഷമയും വിവേകവും അത്യന്താപേക്ഷിതമാണ്. പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വലിയ മാറ്റമായിരിക്കും. ജീവിതത്തിലെ തെറ്റായ ശീലങ്ങളോ വിഷലിപ്തമായ ബന്ധങ്ങളോ നെഗറ്റീവ് ചിന്താഗതികളോ അതിൻ്റെ വേരുകളിൽ നിന്ന് മാറ്റി എഴുതുമ്പോൾ മനുഷ്യൻ പുനർജനിക്കുന്നു. ഒരിക്കൽ വേരുകൾ സുഖപ്പെട്ടാൽ വൃക്ഷം താനെ തഴച്ചു വളരും. ഇലകൾക്ക് പച്ചപ്പ് തേടി അലയേണ്ടി വരില്ല. കായ്ക്കൾക്ക് മാധുര്യം തേടേണ്ടി വരില്ല. ഉള്ളിലെ മാറ്റം പുറത്തേക്ക് പ്രകാശമായി പുറത്തു വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്